ദനഹകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. തിരുസഭ അമ്മ നമുക്ക് വേണ്ടി ചിന്തിക്കാനായി നൽകുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. തളർവാദ രോഗിയെ യേശുതമ്പുരാൻ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. പാപങ്ങൾ ക്ഷമിക്കുന്ന സമഗ്ര വിമോചകനായ യേശുതമ്പുരാനെയാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. യേശുനാഥൻ കഫർനഹൂമിലെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രോഗികളെയും കൊണ്ട് ആളുകൾ അവിടേക്ക് എത്തുകയാണ്. രോഗികൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ജനബാഹുല്യം നിമിത്തം അതിൻ്റെ അകത്തേക്ക് കയറുവാനായിട്ട് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണ് 4 പേർ കൂടി ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അകത്തേക്ക് കടത്തുവാനായിട്ട് നിർവാഹമില്ല എന്ന് മനസ്സിലാക്കി അവർ മുകളിലേക്ക് കയറുകയാണ്. മേൽക്കൂരം മാറ്റി അവർ യേശുവിൻ്റെ അടുത്തേക്ക് ശയ്യയോടുകൂടി തന്നെ ആ തളർവാദ രോഗിയെ ഇറക്കുകയാണ്. അവർ വിശ്വാസം കണ്ടുകൊണ്ട് യേശുനാഥൻ തളർവാദ രോഗിയോട് ഇപ്രകാരം പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ കുറേ നിയമച്ചർ അവിടെ ഉണ്ടായിരുന്നു. അവർ പറയാണ്, അവർ ചിന്തിക്കുകയായിരുന്നു, ഇവൻ ആരാണ്? ദൈവദൂഷണം പറയുന്നല്ലോ. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളതെന്ന്. അപ്പോൾ യേശുനാഥൻ ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം, ശയ്യമെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നതോ അതോ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതോ എന്ന് നാഥൻ ചോദിക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിൻ്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോകുക. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും നോക്കി നിൽക്കെ വീട്ടിലേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പ്രിയരെ, തളർവാദ രോഗിയുടെ വിശ്വാസത്തേക്കാൾ അധികം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുക തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. അവർ 4 പേരും വിശ്വാസമാണ് ആ രോഗിയെ തളർത്തിയിടാതെ തളർവാദത്തിൻ്റെ രോഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവരേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് മേൽക്കൂര മാറ്റി അവനെ ശയ്യയോടുകൂടി തന്നെ യേശുവിന് മുമ്പിലേക്ക് ഇറക്കുന്ന ആ വലിയ വിശ്വാസം, അതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അത് കണ്ടുകൊണ്ട് പലപ്പോഴും കുറ്റം പറയുന്ന നിയമജ്ഞരെ പോലെയുള്ള ഫരിസേയരെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് ചുറ്റും കണ്ടുമുട്ടാൻ സാധിക്കുക. പള്ളിയിൽ പോകുന്നവരെ, പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ, ദേവാലയത്തിലേക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന നിയമജ്ഞരെ പോലെയുള്ള കുറേ വലിയ വലിയ ആളുകൾ തെരുവിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുറ്റം പറയുമ്പോൾ എന്ത് ക്രിസ്തീയ വിശ്വാസമാണ്, എന്ത് മാമോദിസ ജലമാണ്, ഏത് പരിശുദ്ധാത്മാവിനെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണോ അതോ ദുഷ്ടാത്മാവിനെയാണോ അവർ സ്വീകരിച്ചിരിക്കുന്നത്? അപ്രകാരം തടയുന്നവരുടെ വിശ്വാസത്തെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കാം. തളർവാദ രോഗികളെ, ആത്മീയമായിട്ട് തളർവാദം ബാധിച്ചവരാണ് ഇപ്രകാരം കുറ്റം പറയാൻ ശ്രമിക്കുന്നത്. ആത്മീയമായി തളർവാദം ബാധിച്ചവരെ കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നുള്ള അധികാരം, ആ അധികാരത്തോട് തന്നെയാണ് യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചതും സ്ത്രീയിൽ നിന്ന് ജാതനായതും ഒപ്പം തന്നെ പാദപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചതും നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ആ പാപമോചകമായ ആ രക്ഷാദായകമായ വിശുദ്ധ ബലിയിലേക്ക് വന്നുകൊണ്ടുകൊണ്ട് നമ്മുടെ ആത്മാവിനേറ്റ തളർവാദങ്ങൾ മാറ്റുവാൻ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ ആളിക്കത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ അവിശ്വാസം പോലെ നമ്മുടെ വിശ്വാസവും ആഴപ്പെടുത്തുവാനും മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാനും മറ്റുള്ളവരെ കർത്താവിൻ്റെ രക്ഷ സംലഭ്യമാക്കുവാനും എന്ന അനുഗ്രഹത്തിനായി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.